യശസ്വീകരനായ ശ്രീ EK 5.59 ഏക്കർ സ്ഥലത്ത് 2011 നവംബർ 15 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ ജയിൽ നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ഇന്ന് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിരിക്കുകയുമാണ്. ഇതായിട്ട് ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കപ്പുറം ജയിൽ കവാടത്തിന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന ദേശീയ പതാക ഉയർത്തുന്നതാണ്. ദേശീയ പതാക ഉയർത്തുന്ന സമയം യൂണിഫോമിലുള്ള
നിങ്ങൾ മുമ്പോട്ട് പോയേ ഇങ്ങോട്ട് തുടങ്ങിയത് ഇങ്ങനെ വരുന്നതാ ഓക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സാധിക്കും പ്ലീസ് ഒന്ന് മാറി കണ്ടോ അത് കുറച്ച് ഇങ്ങോട്ട് അവിടെ Did you want that?
സെറ്റ് ചെയ്തില്ല സാറ് വെള്ളಕ್ಕೆ ഓഫീസിൻ്റെ എല്ലാം എല്ലാവരോടും കയറുന്നുണ്ട് വൈകാട്ടില്ല Iya deh. Ini
സൈഡിൽ നിന്ന് എടുക്കും വഴി മാറും അതിനാണ് എടുക്കാം പോട്ടെ 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 ഇതെല്ലാം എടുത്തു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേദി തയ്യാറാക്കിയിരിക്കുന്ന ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ സൈഡല്ല അവിടെ ആ സൈഡാ അതൊക്കെ നമ്മളാളുകളാണ് കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് ശ്രീ സുദേശ് കുമാർ IPS അവർകളാണ്. സ്വാഗത ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവിയെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ടർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുതിയതായി സ്ഥാപിച്ച തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൻ്റെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തവനൂർ MLA ഡോക്ടർ KT ജലീൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർ, വിശിഷ്ടാതിഥിയായ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാരം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവർ, മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട സ്പോർട്സ് വഖഫ് പിൽഗ്രിമേജ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ വകുപ്പ് മന്ത്രിയായ ശ്രീ B അബ്ദുറഹ്മാൻ അവർ, ബഹുമാനപ്പെട്ട MLA മാർ, വേദിയിലും സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ ജയിലിൻ്റെ നിർമ്മാണാരംഭത്തോടെ പ്രൊജക്ട് പൂർത്തിയാക്കുന്ന വരെയുള്ള എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായം സഹകരണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വക്കമിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ PN വിജയൻ സാർ അവർ, വഖഫ് മന്ത്രി എന്ന നിലയിൽ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിലും പദ്ധതി പ്രവൃത്തി കൃത്യമായി അവലോകനം ചെയ്ത് പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വഖഫിന്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥിയായി എത്തിയുള്ള ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവർ, പൊതുമരാമത്ത് വഖഫ് മുഖേനയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. പദ്ധതി നടപ്പിലാക്കാത്തതിലെ വിവിധ തടസ്സങ്ങൾ പരിഹാരത്തിനും പ്രൊജക്ട് മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നതിനും വളരെ സഹായകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ ഇതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വഖഫിൻ്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുകളിടയിൽ മുഖ്യാതിഥിയായ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സ്പോർട്സ് വഖഫ് ഹജ്ജ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ V അബ്ദുറഹ്മാൻ അവരും ഈ ചടങ്ങിലേക്ക്
ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട MLA-മാർ അത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസ പ്രസംഗിക്കരായ അഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, prison headquarters, DIG, district police chief, district legal service authority secretary, Punani block panchayat president, Tavanur gram panchayat president, district panchayat member, Tavanur gram panchayat vice president, block panchayat member, gram panchayat member എന്നിവരെയും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും ചടങ്ങിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്യമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും മറ്റ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെയും അത്തിരി ദേശ മാധ്യമപ്രവർത്തകരെയും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ മറ്റെല്ലാവരും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം തന്നെ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ ചടങ്ങിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട തവനൂർ നിയമസഭാ മണ്ഡലം MLA ഡോക്ടർ ശ്രീ KT ജലീൽ അവർകളാണ്. അധ്യക്ഷത പദം ഏറ്റെടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ KT ജലീൽ അവർകളെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. കണക്ഷൻ താഴെ H3 സ്വാതന്ത്ര്യാനന്തരം ഇതുണ്ട്, അതെന്നെടുക്കുക. സംസ്ഥാനത്ത് നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം അതിന്റെ സമർപ്പണമാണ് ഇന്നിവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിലിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച എന്ന് പറയുന്ന ദുഷ്കരമായ കാര്യം, അസാധ്യമെന്ന് പലരും പ്രവചിച്ച കാര്യം സാധ്യമാക്കിയ, ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളും ക്ഷേമ സ്വപ്നങ്ങളും അതിന്റെ സമ്പൂർണതയിൽ പൂർത്തിയാക്കി ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടേയിരിക്കുന്ന നമ്മളുടെ എല്ലാം അഭിമാനഭാജനവും ഏറ്റവും പ്രിയങ്കരനുമായ ശ്രീ പിണറായി വിജയൻ അവർകളെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മന്ത്രിമാരായ ശ്രീ PA മുഹമ്മദ് റിയാസ്, ശ്രീ V അബ്ദുറഹിമാൻ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന് മുൻപാണ് നമ്മളുടെ നാട്ടിലെ, വിശിഷ്യ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ സെൻട്രൽ ജയിലുകളും പണിതത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു സെൻട്രൽ പ്രിസൺ കേരളത്തിൽ സ്ഥാപിതമാകുന്നത്. ജയിലെന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ ഇടാനുള്ള കേന്ദ്രം മാത്രമല്ല, അവരെ കുറ്റവാസനയിൽ നിന്ന് മുക്തരാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനവും സ്വഭാവ ശുദ്ധീകരണ പരിപാടികളും നൽകപ്പെടുന്ന കേന്ദ്രവും കൂടിയാണ്. ആ നിലക്ക് ആധുനികമായി
ജയിലിനെ കാണുന്ന ഒരു കാലത്താണ് തവനൂർ സെൻട്രൽ ജയിലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. നേരത്തെ ജയിൽ വകുപ്പിന്റേതായിരുന്നു ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങൾ. ബഹുമാന്യനായ ഇമ്പിച്ചി ബാബ അവർകൾ ജയിൽ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് സാമൂഹ്യ നീതി വകുപ്പിന് 5 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് അതിൽ നിന്ന് സ്ഥലം അനുവദിച്ചു. അതിനുശേഷം മലബാറിന്റെ വിശിഷ്യ മലപ്പുറത്തിന്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാൻ വഞ്ചിനാട് ലെതർ ഫാക്ടറി ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നപ്പോൾ ജയിൽ വകുപ്പ് 13 ഏക്കർ സ്ഥലമാണ് അതിനായിട്ട് വിട്ടു നൽകിയത്. അതിനുശേഷം ജയിൽ വകുപ്പിന്റെ കയ്യിൽ അവശേഷിച്ച സ്ഥലത്താണ് ഈ സെൻട്രൽ ജയിൽ സ്ഥാപിതമായിരിക്കുന്നത്. നേരത്തെ വഞ്ചിനാട് ലെതർ ഫാക്ടറിക്ക് അനുവദിച്ച 13 ഏക്കർ സ്ഥലം നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിച്ചാൽ ആ ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കാത്ത സ്ഥിതിക്ക് മറ്റു പല കാര്യങ്ങൾക്കുമായി നമുക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ ജില്ലയിലും നടന്ന എല്ലാ വികസന പദ്ധതികളുടെയും പ്രപ്പോസലുമായി ചെന്നാൽ അതിനോട് വളരെ അനുകൂലമായി പ്രതികരിക്കുകയും ആവശ്യമായ തുക അതിനനുവദിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് ബഹുമാന്യനായിട്ടുള്ള നമ്മളുടെ മുഖ്യമന്ത്രി. തിരൂർ പൊന്നാനി താലൂക്കുകളുടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ആത്യന്തികമായി പരിഹരിക്കുന്നതിന് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച നികത്താൻ 32 കോടി രൂപ സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. അതിന്റെ പ്രവൃത്തി 50% പൂർത്തിയായി. ശേഷിക്കുന്ന 50% ഉടനെ തന്നെ പൂർത്തിയാകുന്നതോടെ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഇല്ലാതെയും നമ്മളുടെയൊക്കെ കിണറുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ ദാനമനുസരിച്ച് വെള്ളം ലഭിക്കുന്ന സാഹചര്യം സംജാതമാകും. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പദ്ധതിയാണ് അതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുക. ഈ ദേശത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിനീതൻ മുൻകൈയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടുള്ള അഗൈതവമായ നന്ദിയും കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് തവനൂർ സെൻട്രൽ ജയിലിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മളുടെ കേരളത്തെ ലോകോത്തരമാക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും, വികസന കാര്യങ്ങളിൽ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തെല്ലാം 1ാം സ്ഥാനത്തെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നമ്മളുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, തവനൂർ സെൻട്രൽ ജയിലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കാം. നമ്മുടെ രാജ്യത്ത് ആകെ 144 സെൻട്രൽ ജയിലുകളാണ്. ഇതിൽ
ജയിലുകളിലും പാർപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണ് ഇപ്പോഴുള്ള തടവുകാർ. ദേശീയാടിസ്ഥാനത്തിൽ നോക്കിയാൽ 50 മുതൽ 70 വരെ ഇത് മറ്റേ ശതമാനം സാനിറ്റൈസർ അടിച്ചതിൻ്റെ ആളുകൾ കൂടുതലാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാനിറ്റൈസർ മൈക്കിലടിച്ചത് 12% കൂടുതൽ ആളുകൾ. ഇത് 2018 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ്. രാജ്യത്തിൻ്റെ അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളം മെച്ചപ്പെട്ട നിലയാണ്. പക്ഷേ ഇവിടെയും ആളുകൾ കൂടുതലാണ്. പാർപ്പിക്കാവുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ സെൻട്രൽ ജയിലിൽ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ തടവുകാരായി എത്തുന്നവർക്ക് നല്ല സൗകര്യമൊരുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ജയിൽ സ്ഥാപിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടുണ്ട്. സാധാരണ ജയിലല്ല, സെൻട്രൽ പ്രിസൺ. ഈ സെൻട്രൽ പ്രിസൺ സ്ഥാപിക്കുന്നതോടെ കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലായിട്ടാണ് തവനൂർ സെൻട്രൽ ജയിൽ മാറുന്നത്. അപ്പോൾ രാജ്യത്തെ 145ാമത്തെ സെൻട്രൽ ജയിൽ. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് 4ാമത്തെ ഈ സെൻട്രൽ ജയിൽ 8 ഏക്കറിലധികം സ്ഥലത്താണ് പണിതിരിക്കുന്നത്. ഇവിടെ 3 നിലകളിലായിട്ടാണ് ആളുകളെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 706 പേർക്ക് പാർക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിലവിലുള്ള 4 ജയിലാണ്. മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിൽ, പെരിന്തൽമണ്ണ സബ് ജയിൽ, പൊന്നാനി സബ് ജയിൽ, തിരൂർ സബ് ജയിൽ. ഇവിടെ തടവുകാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ജയിൽ ഇവിടെ വേണമെന്നത് നേരത്തെ തന്നെയുള്ള ചിന്തയായി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം കണക്കാക്കിയത് ഒരു ജില്ലാ ജയിലാണ്. 300 പേർക്ക് പാർക്കാൻ പറ്റുന്ന ജില്ലാ ജയിൽ. പക്ഷേ പിന്നീടത് 500 പേരെ പാർപ്പിക്കാൻ കഴിയുന്ന സെൻട്രൽ പ്രിസണാക്കാമെന്ന് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് 5 കോടി രൂപ ആദ്യം അനുവദിച്ചതിന് പകരം 17,67,00,000 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ സജ്ജമായിരിക്കുകയാണ്. 161 തസ്തികകൾ ഈ ജയിലിന് അനുവദിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക്
14,25,00,000 രൂപ അനുവദിച്ചത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. എല്ലാ സൗകര്യങ്ങളും ജയിലിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 34 കോടി രൂപയാണ് ആകെ ചെലവഴിച്ചിട്ടുള്ളത്. 3 നിലകളിലായി തടവുകാരെ പാർപ്പിക്കുന്ന ജയിലുകൾ നമ്മുടെ രാജ്യത്ത് അപൂർവമാണ്. അതിലൊന്നാണ് തവനൂരിലെ ജയിൽ. ഇവിടെ ആവശ്യമായ തൊഴിൽ പരിശീലനം, തൊഴിൽ നൽകാനുള്ള ഇടപെടൽ ഇതെല്ലാം സർക്കാർ നടത്തുന്നുണ്ട്. ഷൂ മേക്കിംഗ് യൂണിറ്റ്, ഫാബ്രിക് ഫർണിച്ചർ യൂണിറ്റ്, ഇപ്പോൾ മാസ്ക് ആവശ്യമാണല്ലോ നമുക്ക്, അതുകൊണ്ട് മാസ്ക് നിർമ്മാണ യൂണിറ്റ്, ഇതൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ, CCTV നിരീക്ഷണമടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി 2 കോടിയിലധികം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് ചിലർ കുറ്റവാളികളായി മാറുന്നത്. അവരെ സ്ഥിരം കുറ്റവാളികളായി നിലനിർത്തലല്ല സമൂഹത്തിനാവശ്യം. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തി ഈ ശിക്ഷാ കാലയളവ് നല്ലൊരു തിരുത്തൽ പ്രക്രിയക്ക് സഹായകമായി മാറണം. തടവുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇതിനു വേണ്ടി പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. അങ്ങനെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഉത്തമ പൗരരായി ജീവിതം നയിക്കാൻ ഓരോ അന്തേവാസിക്കും കഴിയേണ്ടതുണ്ട്. അതിനുതകുന്ന നടപടികളാണ് ജയിലിനകത്ത് ഒരുക്കുന്നത്. ഇപ്പോൾ നിരവധി പദ്ധതികൾ ഇപ്പം തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ 12 ജയിലുകളിൽ ഫ്രീഡം ഫുഡ് ഫാക്ടറി, ഭക്ഷ്യോൽപാദന യൂണിറ്റ് വളരെ പ്രശംസനീയമായ രീതിയിൽ നടന്നു പോവുകയാണ്. അപ്പോൾ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക. അതിന് വിവിധ പരിശീലനമുണ്ട്. ഡ്രൈവിങ്, ടൈലറിങ്, ഇലക്ട്രിക് ഹാർഡ്വെയർ, കെട്ടിട നിർമ്മാണം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്ലംബിങ്, സ്ക്രീൻ പ്രിന്റിങ്, ഡ്രസ് ഡിസൈനിങ്, 2 വീലർ 4 വീലർ മെയിൻ്റനൻസ്, അപ്പോൾസ്റ്ററി, ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ലൈബ്രറി സയൻസ്, ബുക്ക് ബൈൻഡിങ്, ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ജയിലിൽ പരിശീലനം നൽകുന്നത്. ഇതിനു പുറമെ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പരിശീലനങ്ങൾ, കമ്പ്യൂട്ടർ ട്രെയിനിങ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലിങ്, ലിഫ്റ്റ് ഓപ്പറേഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി, സോളാർ മെയിൻ്റനൻസ്, ഇത്തരത്തിലുള്ള തൊഴിൽ പരിശീലനത്തിലൂടെ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനാവണം എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ സാമൂഹിക വനവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ജയിലുകളിൽ വനം വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാ ജയിലിലും കൃഷി
ജൈവ പച്ചക്കറി നടത്തുന്നുണ്ട്, പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് കണ്ണൂരും തിരുവനന്തപുരവും സെൻട്രൽ ജയിലുകളിൽ മത്സ്യകൃഷി, തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ അലങ്കാര മത്സ്യകൃഷി, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നെട്ടുകാൽത്തേരി തുറന്ന ജയില്, വനിതാ തുറന്ന ജയില്, മുട്ടത്താറാവ്, മുട്ടക്കോഴി ഇവയുടെ വളർത്തൽ, ഊൺ കൃഷി ഇതെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അന്തേവാസികൾക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം മനുഷ്യത്വപരമായ സമീപനം ജയിലുകളിൽ സ്വീകരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റ് സംഭവിച്ചുപോയി, ഇനി ചെയ്യാതിരിക്കാനുള്ള മാനസിക നില ഉണ്ടാക്കുക, അതിനാണ് ജയില് ഇപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ജയിലിലെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പ്രിസൺ ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. തടവുകാരുടെ ക്ഷേമത്തിനാണ് പ്രിസണേഴ്സ് വെൽഫെയർ ഫണ്ട്, അതുടനെ തന്നെ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജയിലുകളുടെ പ്രവർത്തനം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് തുടർന്നും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ സെൻട്രൽ ജയിൽ തുടങ്ങുകയാണെങ്കിലും ആരും ഇങ്ങോട്ട് ഇടവരാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ. താങ്ക് യു സർ. കഴിഞ്ഞ 6 വർഷക്കാലം ജയിൽ വകുപ്പിൽ വികസനത്തിന്റെ വസന്തം തീർത്ത ശ്രീ പിണറായി വിജയൻ സർക്കാരിന് ജയിൽ വകുപ്പിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം യാഥാർത്ഥ്യമാക്കുന്നതിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെ ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നു. തവനൂർ സെൻട്രൽ പ്രിസൺ സ്പെഷ്യൽ ഓഫീസറും ജോയിന്റ് സൂപ്രണ്ടുമായ ശ്രീ KV ബൈജു അവരുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. തവനൂർ സെൻട്രൽ ജയിലിലെ നോഡൽ ഓഫീസറായി പ്രവർത്തിച്ച നിലവിൽ തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടായ ശ്രീ E കൃഷ്ണദാസ് അവരുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നു. താങ്ക് യു സർ. ചടങ്ങിന് ആശംസാ ഭാഷണം നിർവഹിക്കുന്നതിനായി ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവരുടെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു.